ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ച നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ IPOകൾ വരുന്ന സമയമാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു IPO റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, സായി ലൈഫ് സയൻസ്. അതോ ദിവസം തന്നെ, അതായത് ഡിസംബർ 11 തന്നെ ഓപ്പൺ ആവുന്ന മറ്റൊരു IPO റിവ്യൂ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വിശാൽ മെഗാമാർട്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വിശാൽ മെഗാമാർട്ട് IPO റിവ്യൂ ചെയ്യണം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ അപ്ലോഡ് ചെയ്ത സായി ലൈഫ് സയൻസിൻ്റെ IPO റിവ്യൂ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോഴും അത് 2000-ഓ 2500 ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ കമ്പനിയെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലും മറ്റുമായിരുന്നു ഷെയർ ചെയ്യുക. കണ്ടതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ, വിശാൽ മെഗാമാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏകദേശം ഒരു 646ഓളം ഹൈപ്പർ മാർക്കറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 70% ഇവരുടെ ഷോപ്പുകളും ലൊക്കേറ്റ് ചെയ്തത് ടയർ 2 സിറ്റികളിലാണ്. അതായത് പ്രധാനപ്പെട്ട മെട്രോ സിറ്റികളിലും പ്രധാനപ്പെട്ട സിറ്റികളിലുമല്ല, ടയർ 2 സിറ്റികളിലാണ്. അതുപോലെ തന്നെ അതിൽ കുറഞ്ഞ ടൗണുകളിലും, സാധാരണ ടൗണുകളിലുമാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയൊന്നുമല്ല. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു മിഡിൽ ഇൻകം ഷോപ്പേഴ്സിനെയാണ്. ഒരു മിഡിൽ ഇൻകം ഫാമിലികളൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അഫോർഡബിൾ ഷോപ്പുകളാണ് വിശാൽ മെഗാമാർട്ടിനുള്ളത്. ഏകദേശം ഒരാൾക്കാരുടെ അടുത്തുള്ള ഒരു ബിൽ വാല്യൂ എന്ന് പറയുന്നത്, ഓർഡർ വാല്യൂ എന്ന് പറഞ്ഞാൽ 950 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം 10,000 കോടി രൂപയുടെ ആനുവൽ റവന്യൂ ആണ്. അതായത് 2024 സാമ്പത്തിക വർഷത്തിൽ 10,000 കോടി രൂപയുടെ ആനുവൽ റവന്യൂ ആണ് ഈ കമ്പനി ഉണ്ടാക്കിയത്. ഈ കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, വസ്ത്രങ്ങളും മറ്റൊക്കെ ആയിട്ട് ഏകദേശം 45% ആണ് റവന്യൂയുടെ ടോട്ടൽ. 45% വരുന്നത് അപ്പാരൽസിൻ്റെ വിൽപ്പനയാണ്. 27% FMCG പ്രൊഡക്റ്റുകൾ ഇവർ വിറ്റിരിക്കുന്നത്. ഇവരുടെ മൊത്തം റവന്യൂയുടെ 28% ഈ ജനറൽ മെർക്കൻഡൈസും ജനറൽ ഗുഡ്സും കാര്യങ്ങളൊക്കെ വിറ്റിരിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഒരു സെയിൽസിൻ്റെ അനുപാതം വരുന്നത്. 45:27:28 എന്ന രീതിയിലാണ് അപ്പാരൽസും FMCGയും ജനറൽ മെർക്കൻഡൈസും ഒക്കെ വിറ്റിരിക്കുന്നത്. ഇനി IPOയെക്കുറിച്ച് പറയുമ്പോൾ, 8,000 കോടി രൂപയുടെ IPO ആണ്. ഈ 8,000 കോടി രൂപയും OFS ആണ്. അതായത് പ്രൊമോട്ടേഴ്സ്, ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് 99% ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടർ, അവർ 76% കുറയും. 74-നും 78 രൂപയ്ക്കും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഉള്ളത്. 35,168 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്ക്. ഇതിൽ 23% ഡയല്യൂട്ട് ചെയ്യുന്നത്. IPO 11 ഡിസംബറിന് ഓപ്പൺ ചെയ്ത് 13 ഡിസംബർ 2024 വരെയാണ് ഈ IPO ഓപ്പൺ ആവുന്നത്. 18 ഡിസംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഒരു അഫോർഡബിൾ ഹൈപ്പർ മാർക്കറ്റ് കമ്പനിയാണ്. പ്രധാനമായിട്ടും സാധാരണക്കാരെ ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ടയർ 2 സിറ്റികളിലാണ് കൂടുതൽ ഓപ്പറേഷൻസ്. ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്താണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ IPO വന്ന് അബുദാബി എക്സ്ചേഞ്ചിൽ വളരെയേറെ പ്രാധാന്യം വന്നത്. ആ സമയത്താണ് ഈ ഒരു വിശാൽ മെഗാമാർട്ടിൻ്റെ ഒരു സാധാരണ IPO വരുന്നത്. ലുലുവായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇതൊരു സാധാരണ അഫോർഡബിൾ ഷോപ്പിംഗ് ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അപ്ഡേറ്റ്സുകളുമാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ സജഷൻസിനും ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കുമായിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇനി ഈ കമ്പനിയുടെ ലേറ്റസ്റ്റ് വളരെ പ്രശംസ അർഹിക്കുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസാണ് ഈ കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇവരുടെ റവന്യൂ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഡബിൾ ആയിട്ടുണ്ട്. അതുപോലെ അതായത് റവന്യൂ ഉദ്ദേശിക്കുന്നത് സെയിൽസ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഡബിൾ ആയിട്ടുണ്ട്. അതേസമയം നെറ്റ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാഭം അറ്റാദായം എന്ന് പറയുന്നത് ഏകദേശം 3 ഇരട്ടിയാണ്. 2022 സാമ്പത്തിക വർഷം മുതൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് 22, 23, 24 സാമ്പത്തിക വർഷം ഏകദേശം 3 വർഷം കൊണ്ട് റവന്യൂ ഡബിളായെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 3 ഇരട്ടിയായിട്ടാണ് കാണുന്നത്. അതിന് പുറമെ ഒരു സ്റ്റോറിൽ നിന്നുള്ള സെയിൽസ് ഗ്രോത്ത് ഏകദേശം 13% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. അതിന് പുറമെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ ഒരു
റീറ്റെയിൽ ഔട്ട്ലെറ്റായിട്ടുള്ള അവന്യൂ സൂപ്പർ മാർക്കറ്റ്, അതിൻ്റെ ഓഹരികൾ ലിസ്റ്റഡ് ആണ്. അവന്യൂ സൂപ്പർ മാർക്കറ്റിന് പോലും ഏകദേശം ഒരു സെയിംസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 10% ഉള്ളപ്പോഴാണ് ഈ വിശാൽ മെഗാമാർട്ടിൻ്റെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഏകദേശം 13% നിൽക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി 2024 8,912 കോടി രൂപയുടെ റവന്യൂ ആണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് അറ്റാദായമായിട്ട് എല്ലാം കഴിഞ്ഞുള്ള പ്രോഫിറ്റ് 462 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അത് അല്ലെങ്കിൽ ഈ ഒരു 6 മാസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 6 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ 19% റവന്യൂ വർധനമാണ്, സെയിൽസ് വർധനമാണ് ഉണ്ടായത്. അതായത് 5,033 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി കഴിഞ്ഞ 6 മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 30% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് വർദ്ധിച്ചിരിക്കുന്നത്. 254 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലും കഴിഞ്ഞ തൊട്ട് മുന്നത്തെ 6 മാസത്തെ പെർഫോമൻസുമായിട്ട് നോക്കുമ്പോൾ 30% വർധനവുണ്ട്. ഒരു ഷെയറിന് മുകളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി ഉണ്ടാക്കിയത് 1 രൂപയായിരുന്നു. ഇതേസമയം കഴിഞ്ഞ വർഷം ഇതേപോലെ 55 പൈസ 2024 കഴിഞ്ഞ വർഷം കമ്പനിയുടെ കഴിഞ്ഞ സാമ്പത്തിക ഒരു വർഷത്തെ വിറ്റുവരവെന്ന് പറയുന്നത് 8,912 കോടി രൂപയായിരുന്നു. അതേസമയം എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കമ്പനിക്ക് കിട്ടിയത് 462 കോടി രൂപയാണ്. ഇനി ഈ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 19% വർധനമാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. അതായത് 5,033 കോടി രൂപയുടെ സെയിൽസാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് കമ്പനി നടത്തിയിരിക്കുന്നത്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നോക്കിയാണെങ്കിൽ 30% വർധനവ്, അതായത് 254 കോടി രൂപയുടെ അറ്റാദായമാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് 1 രൂപയുടെ നേട്ടമാണ്. EPS ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 1 രൂപയാണ്. അതേസമയം 2025 ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് കമ്പനി ഓൾറെഡി 55 പൈസ ഒരു ഷെയറിന് മുകളിൽ ഏൺ ചെയ്ത് കഴിഞ്ഞു. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ സമയം 43 പൈസയായിരുന്നു. 6 മാസം കൊണ്ട് 43 പൈസ ഏർണിംഗ് പെർ ഷെയറായി ഏൺ ചെയ്തിരുന്ന കമ്പനിയാണ് ഈ സാമ്പത്തിക വർഷം 6 മാസം കൊണ്ട് 55 പൈസ ഓൾറെഡി ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഗ്രോത്ത് പ്രോസ്പെക്റ്റിൽ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആണ് കാണിക്കുന്നത്. ഇനി കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി മുന്നോട്ട് 80 മുതൽ 90 വരെ സ്റ്റോറുകളാണ് ഒരു വർഷം തുറക്കാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫണ്ട് ചെയ്യാൻ പോകുന്നത് ഇൻറ്റേർണലി, അതായത് ലോണുകളൊന്നും എടുക്കാതെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു നീക്കിയിരിപ്പ് ഉപയോഗിച്ചാണ് പുതിയ സ്റ്റോറുകൾ തുറക്കാൻ കമ്പനി ആലോചിക്കുന്നത്. 220 കോടി രൂപയുടെ ക്യാഷ് സർപ്ലസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അതുപോലെ തന്നെ 1,100 കോടി രൂപയുടെ ആനുവൽ ക്യാഷ് ജനറേഷനാണ് കമ്പനി അതിൻ്റെ ഓപ്പറേഷൻസിൽ നിന്നും വരുത്തുന്നത്. ഇനി സ്റ്റോർ എഡിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകളിലാണ് ഇവർ പുതിയ ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് തമിഴ്നാടും 2 മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. ഉത്തർപ്രദേശിലും ചില സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നതായിട്ട് പറയുന്നു. കർണാടകയും ആസാമുമാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ പ്രധാനപ്പെട്ട റവന്യൂ ഉത്തർപ്രദേശും കർണാടകയും ആസാമുമാണ് ഇപ്പോഴത്തെ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനിയുടെ സംസ്ഥാനങ്ങൾ. അതുപോലെ സ്റ്റോർ എഡിഷൻ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ നിലയിൽ സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും ഗ്രോത്ത് ഔട്ട്ലുക്ക് ഏകദേശം 20% മുകളിലായിരിക്കും റവന്യൂവിലുണ്ടാകുന്ന വർധനവ് എന്നുള്ളതാണ് കാണുന്നത്, ഇങ്ങനെയുള്ള ഇവരുടെ പ്ലാനുകൾ അനുസരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി കമ്പനിയുടെ ഈ വാല്യുവേഷൻ വൈസും നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ചെയ്തതെന്നും കൂടി നോക്കാം. സാധാരണ റീറ്റെയിൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് Q3 ആണ് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ഉള്ളത്. കാരണം ആ സമയത്താണ് ഫെസ്റ്റിവൽ സീസൺ വരുന്നത്, മൺസൂൺ, അങ്ങനെയുള്ള കൊണ്ട് തന്നെ Q3 ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട്. അവരുടെ റവന്യൂയുടെ 30% റവന്യൂ വരുന്നത്, 1/3 റവന്യൂ വരുന്നത് ഈ ഒരു സമയത്തായിരിക്കും. 2025 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എസ്റ്റിമേഷൻ ഏകദേശം 600 കോടി രൂപയാണ്. അതായത് ഒരു ഷെയറിന് മുകളിൽ EPS ആയിട്ട് 1 രൂപ 35 പൈസ കമ്പനി ഏൺ ചെയ്യുമെന്നാണ് കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ എക്സ്പെക്റ്റഡ് ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് ഒരു 11,000 crore റുപ്പീസിൻ്റെ സെയിൽസ്, 11,000 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി ഈ ഒരു വർഷം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 35,168 കോടി രൂപയായിരിക്കും. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റവന്യൂയുടെ മൾട്ടിപ്പിൾസ് ഏകദേശം 3.1, പ്രൈസ് ടു ഏർണിങ്സ് നോക്കുമ്പോൾ 58 കമ്പനി പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ 58 PE എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയായി തോന്നുമെങ്കിലും ഇതേ സെക്ടറിലുള്ള ചില കമ്പനികളെ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കിതൊരു വാല്യുവേഷൻ കുറച്ചുകൂടി ഫേവറബിൾ ആണെന്ന് മനസ്സിലാകുന്നത്. കാരണം ഈ രംഗത്തുള്ള ഏറ്റവും അധികായനായിട്ടുള്ള അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ
ഇപ്പോഴത്തെ പ്രൈസിങ് റവന്യൂ മൾട്ടിപ്പിൾസ് ഏകദേശം 4x പ്രൈസ് ടു ഏർണിങ്സ് 84 അതേപോലെ ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടാറ്റയുടെ ട്രെൻഡ് അവരുടെ റവന്യൂ മൾട്ടിപ്പിൾസിൻ്റെ 13x അതുപോലെ തന്നെ പ്രൈസ് ടു ഏർണിങ്സിന് 150x ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഈ വിശാൽ മെഗാമാർട്ടിൻ്റെ പ്രൈസിങ് 58x എന്ന് പറയുന്നത് കുറച്ചുകൂടി റീസണബിൾ ആണ് എന്ന് പറയുന്നത്. ഇനി വിശാൽ മെഗാമാർട്ടിൻ്റെ ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുന്നത് 6 ടൈമാണ്. അതായത് ഒരു വർഷം 6 പ്രാവശ്യം അവരുടെ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാഷായിട്ട് ടേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ട്രെൻഡിൻ്റെത് അതേസമയം 8 തവണ അവരുടെ ഇൻവെൻട്രി ക്യാഷായിട്ട് മാറുന്നുണ്ട്. എത്ര കൂടുന്നോ അത്രയും നല്ലത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെത് 12x 12x നോക്കുന്ന സമയത്ത് നമ്മൾ പറയും ഏറ്റവും നല്ലത് 12x അല്ലേ. പിന്നെ എന്തുകൊണ്ട് വിശാൽ മെഗാമാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ 1/5 അപ്പോൾ അവർക്ക് 12x ഇൻവെൻട്രി ടേൺ ആയി കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള എക്സ്പെൻസും അതിനനുസരിച്ചിട്ടുള്ള റവന്യൂ ഉണ്ട് എന്നുള്ള അർത്ഥം. അതേസമയം കഴിഞ്ഞ അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റേത് റവന്യൂ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും 2.5x വരുന്നത്. ഇനി ഒരു അബ്സല്യൂട്ട് ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ വിശാലിൻ്റെ IPO വാല്യുവേഷൻ മൾട്ടിപ്പിൾസ് ഏകദേശം ഒരു സ്റ്റീപ്പായിട്ട് തോന്നാമെങ്കിലും ബട്ട് എന്താ പറയണ്ടേ ഒരു ഗ്രോത്ത് സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് കൃത്യമായിട്ടുള്ള വിസിബിലിറ്റിയോട് കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു കമ്പനിയെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ 8,000 കോടി രൂപയുടെ IPOയിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് ആരും തന്നെ എക്സിറ്റ് ചെയ്യുന്നില്ല. പ്രൊമോട്ടേഴ്സ് മാത്രമാണ് സ്റ്റേക്ക് കുറയുന്നത്. പ്രധാനപ്പെട്ട ഇൻവെസ്റ്ററായിട്ടുള്ള കേദാര ക്യാപിറ്റൽ അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ഗ്രൂപ്പ് ഒക്കെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ 35% ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞു. അതും കഴിഞ്ഞ 6.5 വർഷം കൊണ്ട്. അത്രയും ഓൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നിട്ട് കൂടി കമ്പനിയിൽ ഈ ഒരു IPO വരുന്ന സമയത്ത് ഇവരാരും തന്നെ എക്സിറ്റ് ചെയ്യുന്നില്ല. ഇതൊരു സ്ട്രോങ് ഫണ്ടമെൻ്റൽസിൻ്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് പുറമെ ഈ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു IPO ഒരു ഗുഡ് ഗ്രോത്ത് മിക്സ് ആണെന്നാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ചും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിന് ഇത്രയും പ്രാധാന്യമുള്ളൊരു സമയത്ത് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. പക്ഷേ എന്നാലും വിശാൽ മെഗാമാർട്ടിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസും മറ്റെല്ലാവരും പ്രീമിയം കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു Tier 2 Tier 3 സിറ്റികളിൽ പോകുന്നു. ഇവർ സാധാരണ സ്ഥലങ്ങളിൽ ഷോറൂം തുറക്കുന്നു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ഉള്ള സാധനങ്ങൾ ഓഫർ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഗ്രോത്ത് വീണ്ടും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മാർജിൻസും വാല്യുവേഷൻസും അട്രാക്റ്റീവാണ് മറ്റു പ്രീമിയം പ്ലെയേഴ്സിനെ നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു IPO ആയിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുക. വിശാൽ മെഗാമാർട്ട് ഒരു അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു IPO ആയിട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്കിനി കിട്ടിയാൽ പോലും ലോങ് ടേമിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വെക്കാനും അതുപോലെ തന്നെ ഷോർട്ട് ടേമിലേക്കും നേട്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഓഹരിയായിട്ടാണ് വിശാൽ മെഗാമാർട്ടിനെ കാണേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഇന്നലെ മുതൽ വന്നിരിക്കുന്ന FMCG സെക്ടറിൽ നിന്നുള്ള ഔട്ട്ലുക്കൊക്കെ Q3 റിസൾട്ടൊക്കെ മോശമായിരിക്കും എന്നുള്ള ഔട്ട്ലുക്കൊക്കെ പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ലിസ്റ്റിംഗ് സമയത്ത് ഈ കമ്പനിയെ ബാധിച്ചേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി കൂടിയ ഒരു സ്റ്റോക്കുകളായിരിക്കും ഈ വിശാൽ മെഗാമാർട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ IPOയ്ക്ക് ഞാൻ ഏതായാലും പേഴ്സണലായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു IPO അപ്ലൈ ചെയ്യുന്നില്ല കാരണം കൊണ്ടല്ല, പക്ഷേ അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആയിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഏതായാലും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പഠനം ആവശ്യമാണ്, നിങ്ങളുടെ അനാലിസിസ് ആവശ്യമാണ്. ഇവിടെ IPO കമ്പനി കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഈ ഒരു IPO റിവ്യൂ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ സാധിക്കില്ല. ലിസ്റ്റിംഗ് ഗെയിൻ അന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസിനും അന്നത്തെ സെക്ടർ അഡ്വൈസസിനും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നാളെ മുതൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആയിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടതിന് ശേഷം വീഡിയോ കണ്ട് ഇഷ്ടമായതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.